നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്ത. നീളത്തിലുള്ള മക്രോണി തന്നെ വേണമെന്നില്ല, ഏത് ഷേപ്പിലുള്ള മക്രോണിയും ഉപയോഗിക്കാം. ചിക്കൻ പീസ് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് വെക്കാം. ചിക്കന് പകരം വെജ് വേണേലും ഉപയോഗിക്കാം. 200 ഗ്രാമാണ് ഞാൻ എടുത്തത്. 3 പേർക്ക് നല്ലപോലെ കഴിക്കാം, എന്നിട്ടും ബാക്കിയുണ്ടാവും. 200 ഗ്രാം എന്ന് പറയുമ്പം ഏകദേശം 2 ഗ്ലാസ്. 2 ഗ്ലാസ് മക്രോണിക്ക് 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഉപ്പും ഇട്ട് തിളച്ചതിന് ശേഷം മക്രോണി ഇട്ട് കൊടുക്കാം. 13 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ വേണ്ടി വന്നേക്കാം. നോക്കിയതിന് ശേഷം നമുക്കതിനെ അരിപ്പയിലേക്ക് മാറ്റി വെക്കാം. ബട്ടർ നേരെ പകുതി എടുക്കാം. 1 സ്പൂണ് ഓയിലും, ഏതെങ്കിലും ഒരു ഓയിലും ചേർക്കണം. മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി വേണമെങ്കിൽ ഇട്ടാൽ മതി. തരിതരിച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ വേണം ക്രീം ഇട്ട് കൊടുക്കാൻ. തിളച്ച് കഴിഞ്ഞാൽ മക്രോണി ഇട്ട് കൊടുക്കുക. ഒറിഗാനോ, പെപ്പർ പൗഡർ, ചീസ് 4 പീസ് ഇതൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല. നല്ല തിക്കാണെങ്കിൽ മക്രോണി വേവിച്ച വെള്ളം, ഇല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും നോക്കിയിട്ട് ലാസ്റ്റ് ചിക്കൻ പീസും ചേർത്ത് ഇറക്കി വെക്കാം.